ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഞാൻ അമ്മയുടെ ഓരോ നാമങ്ങളുടെയും അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ആ രൂപം മനസ്സിൽ കാണുന്നുണ്ടാവുമല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ആ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയും. ഈ വീഡിയോയിൽ 10 നാമങ്ങളുടെ അർത്ഥം, അതായത് 238 മുതൽ 248 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഇതിൽ ദേവിയുടെ 12 ഉപാസകന്മാരെക്കുറിച്ചും ഹിമവാന്റെ പുത്രിയായി ദേവി ജനിച്ചതും എല്ലാം പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണണം. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ 238ാമത്തെ നാമം മനുവിദ്യ. ശ്രീവിദ്യാസ്വരൂപിണിയായ ദേവി തന്നെയാണ് മനുവിദ്യ. പ്രധാനപ്പെട്ട 12 ദേവി ഉപാസകന്മാർ ഉണ്ടായിരുന്നു. അവർ ദേവിയെ ഉപാസിച്ചിരുന്ന രീതികളെ അവരുടെ പേരോടു കൂടിയാണ് പിന്നീട് അറിയപ്പെട്ടത്. അതിൽ മനുവാണ് ദേവിയുടെ ഉപാസകന്മാരിൽ ഒരാൾ. അതുകൊണ്ട് മനുവിദ്യ എന്ന പേര് വന്നു. ഇനി 239ാമത്തെ നാമം ചന്ദ്രവിദ്യ. ദേവിയുടെ മറ്റൊരു ഉപാസകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ ശ്രീവിദ്യയെ തന്നെയാണ് ഉപാസിച്ചിരുന്നത്. അതുകൊണ്ട് ചന്ദ്രവിദ്യ എന്ന പേര് വന്നു. ഇനി 240ാമത്തെ നാമം ചന്ദ്രമണ്ഡലമധ്യക. ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്നവൾ. ഇവിടെ ശ്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രമണ്ഡലമധ്യക എന്ന പേര് വന്നത്. ഇനി 241ാമത്തെ നാമം ചാരുരൂപ. ചാരു എന്നാൽ വൃദ്ധി, ക്ഷയമില്ലാത്ത സൗന്ദര്യം. എന്നും ഒരേ സൗന്ദര്യത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ടാണ് ചാരുരൂപ എന്ന പേര് വന്നത്. ഇനി 242ാമത്തെ നാമം ചാരുഹാസ. മനോഹരമായ ഹാസത്തോടു കൂടിയവൾ, എപ്പോഴും ഒരേപോലെ ഹൃദ്യമായ മന്ദസ്മിതത്തോടു കൂടിയ ദേവി എന്നർത്ഥം. അടുത്തത് 243ാമത്തെ നാമം ചാരുചന്ദ്ര കലാധര. ചാരു വൃദ്ധിയും ക്ഷയവും ഇല്ലാത്ത ചന്ദ്രക്കല. സാധാരണ ചന്ദ്രക്കലയുടെ രൂപം മാറി മാറി വരാറുണ്ട്. പക്ഷേ ദേവി തൻ്റെ കിരീടത്തിൽ ചാർത്തിയ ചന്ദ്രക്കലയ്ക്ക് വൃദ്ധിയുമില്ല, ക്ഷയവുമില്ല. ഈ ചന്ദ്രക്കലയെ സാധാ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചന്ദ്രക്കലയോട് കൂടിയവൾ എന്നർത്ഥം. ഇനി 244ാമത്തെ നാമം ചരാചര ജഗന്നാഥ. ചരവും അചരവും സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള, അങ്ങനെ എല്ലാറ്റിനും നാഥയായിട്ടുള്ള ദേവി എന്നർത്ഥം. ഇനി 245ാമത്തെ നാമം ചക്രരാജ നികേതന. നികേതനം എന്നാൽ വീട്. ഇവിടെ ചക്രരാജം എന്നതുകൊണ്ട് ശ്രീചക്രത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ശ്രീചക്രം എന്നത് തന്ത്രവിദ്യയിൽ സർവപ്രധാനമാണ്. അതുകൊണ്ടാണ് ശ്രീചക്രത്തെ ചക്രരാജമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ചക്രത്തെ തൻ്റെ വീടാക്കി വെച്ചിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി 246ാമത്തെ നാമം പാർവതി. പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായി ജനിച്ചവൾ. അങ്ങനെ ദേവിക്ക് പാർവതി എന്ന പേര് വന്നു. ഇനി 247ാമത്തെ നാമം പത്മനയന. പത്മം താമര. താമരപ്പൂവിൻ്റെ ദളം പോലെ മനോഹരമായ നയനം, കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം.
ഇനി 248 നാമം പത്മരാഗസമപ്രഭ. നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം. അതിൻ്റെ നിറം ചുവപ്പാണ്. ആ പത്മരാഗത്തിൻ്റെ ചുവപ്പോടു കൂടിയവൾ, അത്രയും ചുവന്നു തുടുത്ത നിറത്തോടു കൂടിയവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യേ നമഃ.